ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഹിസ്റ്ററിക്കകത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ടോപ്പിക്സുകളുടെ പേര് പറയുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് നോക്കൂ. അപ്പോൾ നമ്മുടെ രാജാക്കന്മാർ, കർഷകർ, പട്ടണങ്ങൾ അല്ലെങ്കിൽ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് പ്രിൻസപ്പ് എന്താ, പ്രിയദർശി ആരാണ്, പ്രിൻസപ്പും പ്രിയദർശിയും ആരാണ്, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 മാർക്കിനും 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക, പ്രിൻസപ്പും പ്രിയദർശിയും ഒക്കെ എന്താണെന്നുള്ളത്. ഇനി അടുത്ത മഹാജനപദങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്കറിയാം 16 മഹാജനപദങ്ങളാണുള്ളത്, 16. അപ്പോൾ ഈ മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ, ഫ്യൂച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്, സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, സവിശേഷത, ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മഗധ അല്ലേ. മഗധയുടെ പ്രത്യേകതകൾ എന്താണ്, മീൻസ് അതായത് 16 മഹാജനപദങ്ങളിൽ ഒരു മഹാജനപദമാണ് മഗധ. അപ്പോൾ ഈ 16 എണ്ണത്തിൽ വെച്ചിട്ട് എന്തുകൊണ്ട് മഗധ വേറിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അപ്പോൾ മഗധയുടെ ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളത് എല്ലാവരും നിർബന്ധമായും പഠിക്കുക. ഒരു ഷോർട്ടസ്റ്റ് ലെവൽ 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PYQസിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കേട്ടോ മഗധയുടെ ഫ്യൂച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് പോകണം. പിന്നെ നമുക്കറിയാം നമ്മുടെ മൗര്യന്മാരെ കുറിച്ചിട്ട് നമുക്കൊരു എസ്സേ ചോദിക്കാറുണ്ട്. അപ്പോൾ മൗര്യന്മാരുടെ എസ്സേ വരുമ്പോൾ നമുക്ക് 8 മാർക്കിന് അങ്ങനെ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ, ഭയങ്കരമായിട്ടല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഒരു എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എസ്സേക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം. അഥവാ എസ്സേ വന്നില്ല, 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മൗര്യന്മാരെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്യണം, മൗര്യന്മാരെ കുറിച്ചിട്ട് അവരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയണം. പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കേനെ പറ്റി പറയുന്നുണ്ട് അല്ലേ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളും അതിൻ്റെ ഓതേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടോപ്പിക്സ്, ആ ഒരു ടെക്സ്റ്റ് ബുക്കുകളുടെ പേരെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം നോക്കി. കാരണം അതെല്ലാം നമുക്ക് 1 വേർഡായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 1 വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇതിനകത്തുനിന്ന് പഠിച്ചോളണം. പിന്നെ അതുമാത്രമല്ല അശോകൻ്റെ ദമ്മ അല്ലേ, നമുക്കറിയാമെന്നുള്ളതാണ് അല്ലേ, അശോകൻ കൊണ്ടുവന്ന ദമ്മ പ്രിൻസിപ്പിൾസ്, അത് എല്ലാവരും നോക്കിയിട്ട് പോകണം. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു എസ്സേയോട് ചേർത്തും നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അശോകൻ്റെ ദമ്മ എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മൗര്യന്മാരുടെ ഭരണം, അവരുടെ സൈന്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എസ്സേ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഞാനൊരു കാര്യം കൂടി പറയാം, എസ്സേക്ക് ഇതിപ്പം മൊത്തത്തിലെല്ലാം കൂടി ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ ഓരോ ടോപ്പിക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അശോകൻ്റെ ദമ്മ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, മൗര്യന്മാരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സൈന്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എസ്സേ കംപ്ലീറ്റ്ലി പഠിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് മിസ്സാക്കരുത് എന്ന് ഞാൻ പറയുന്ന കാര്യം, ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കുറേ ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുകളുണ്ട്. ആ പേരുകളും ആ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയ ഓതേഴ്സിൻ്റെ പേരും കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ റൂളേഴ്സിൻ്റെ പേര് പഠിക്കുന്നുണ്ട്, തലസ്ഥാനത്തിൻ്റെ പേര് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് 1 വേർഡിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം ആ 1 വേർഡ്സുകളെല്ലാം കൃത്യമായിട്ട് ഈ ടോപ്പിക്കിനകത്തുനിന്ന് കവർ ചെയ്ത് പോവുക. പിന്നെ അത് മാത്രമല്ല എന്ത് ചെയ്യുക, നമ്മുടെ എന്താണ് ഈ അശോകൻ്റെ ദമ്മ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം മൊത്തത്തിൽ ടോട്ടലി ആ ഒരു എസ്സേ അങ്ങ് കംപ്ലീറ്റ്ലി പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഇല്ല. ആ 1 വേർഡ്സൊക്കെ ഞാൻ വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിവൈൻ കിങ്സ് അല്ലെങ്കിൽ ദൈവിക രാജാക്കന്മാരെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഡിവൈൻ കിങ്സ് നമുക്കൊരു 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ഡിവൈൻ കിങ്സിന് എക്സാമ്പിൾ എഴുതാനോ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 1 വേർഡിലും ഈ ടോപ്പിക്കൊക്കെ വരാറുണ്ട്. സോ ഡിവൈൻ കിങ്സ്, ദൈവിക രാജാക്കന്മാരെ കുറിച്ചിട്ട് എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് നോക്കൂ, ലാൻഡ് ഗ്രെയിൻസ് ആൻഡ് ന്യൂ റൂറൽ എലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഭൂദാനവും പുതിയ ഗ്രാമീണ വരേണ്യ വർഗ്ഗങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. പ്രത്യേകിച്ച് മൗര്യ സാമ്രാജ്യം, മീൻസ് അതായത് എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിലെ ലാൻഡ് ഗ്രെയിൻസ്, ഭൂദാനം എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും വായിച്ചിട്ട് വയ്ക്കുക. ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്നല്ല, പക്ഷേ ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ പാറ്റേൺ മാറി വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് ഗ്രെയിൻസിനെ പറ്റിയിട്ടൊന്ന് വായിച്ചിട്ട് പോവുക. ഇടയ്ക്കൊക്കെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരും ഒന്ന് നോക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ,
പിന്നെ ബാക്കി ഇതിനകത്ത് കുറേ പോർഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. നമ്മളൊന്നും വായിക്കാണ്ട് അങ്ങ് പോകണ്ട. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് ക്ലിയറായിട്ട് പഠിക്കേണ്ടതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQസിൽ കണ്ടിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. പിന്നെ അടുത്ത് വരുന്നതാണ് ഇത് എന്താണ്, എങ്ങനെയാണ് ഇൻസ്ക്രിപ്ഷൻസ് വായിച്ചെടുത്തതെന്നുള്ളത്. ഹൗ ആർ ഇൻസ്ക്രിപ്ഷൻസ് ഡെസിഫേർഡ്. അതായത് പ്രത്യേകിച്ചും ബ്രഹ്മി സ്ക്രിപ്റ്റ് ആര് വായിച്ചു, ഖരോഷ്ടി സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആര് വായിച്ചു എന്നുള്ളത്. ഇത് വൺ വേർഡ് ചോദിക്കും കേട്ടോ. വൺ വേർഡ് ഇതാണ്. ബ്രഹ്മി സ്ക്രിപ്റ്റ് വായിച്ച അതായത് ബ്രഹ്മി ലിപി വായിച്ചെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ് ആയിരുന്നു ഈ ഒരു ബ്രഹ്മി ലിപി എന്ത് ചെയ്തത്, വായിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഇൻസ്ക്രിപ്ഷൻസ് വായിച്ചെടുത്ത ആ ഒരു ഭാഗമുണ്ടല്ലോ, ഇതൊന്ന് നിങ്ങൾ വായിച്ചിട്ട് പോവുക. നമുക്ക് വൺ വേർഡൊക്കെ വരാറുണ്ട് അതിനകത്തുനിന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. ഇതാ നോക്കൂ, നാണയങ്ങളും രാജാക്കന്മാരും, കോയിൻസ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. ഈ ടോപ്പിക്കിനകത്തുനിന്ന് നമുക്ക് കുറേ വൺ വേർഡ്സ് ആണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇതങ്ങനെ ഷോർട്ടസ്റ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇതിനകത്തുനിന്ന് ഒരുപാട് വൺ വേർഡ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോയിൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഗോൾഡ് കോയിൻസ് ആര് കൊണ്ടുവന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കോയിൻസ് ആൻഡ് കിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ അതിനകത്തുള്ള വൺ വേർഡ്സ് ആ ടോപ്പിക്ക് ഫുള്ളി ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ഏതാണ്, ലിഖിത തെളിവുകളുടെ പരിമിതികൾ, ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്. ഈ എന്താ പറയുക, നമ്മളെ +2 എക്സാം എഴുതുന്ന എല്ലാ പിള്ളേരും ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം ഇത് നമുക്ക് അത്രത്തോളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടാണ് വരിക. മേ ബി ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മാർക്ക് റേഞ്ചിനോ അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ രീതിക്ക് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടൊന്ന് നോക്കിയാൽ മതി. പോയിൻറ്റ്സ് ആയിട്ടൊന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, ലിമിറ്റേഷൻസ് എന്താണ്, മീൻസ് നമ്മുടെ ലിഖിത തെളിവുകളുടെ പരിമിതികൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. സോ ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് കേട്ടോ ഇത്. അങ്ങനെ പറയാൻ കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.